गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै श्रीगुरवे नमः। ഓം ശ്രീ സായിരാം. പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ജൂലൈ 3, 2024. ഒരു യഥാർത്ഥ ഭക്തൻ തൻ്റെ സ്വഭാവത്തെ രൂപപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ ഭഗവാൻ നമ്മെ നയിക്കുകയാണ്. പ്രേമസ്വരൂപരെ, ഈശ്വരനോടുള്ള പ്രേമം മതഭ്രാന്തിലേക്കോ മറ്റ് നാമരൂപങ്ങളോടുള്ള വെറുപ്പിലേക്കോ നിങ്ങളെ അധപ്പതിപ്പിക്കരുത്. ഇന്ന് ഇതൊരു അർബുദം പോലെ സമുന്നത വ്യക്തികളെ പോലും ബാധിച്ചിരിക്കുകയാണ്. നിങ്ങളത് ഉപേക്ഷിച്ചേ തീരൂ. ഈശ്വരനെ ആരാധിക്കുകയും പാപഭീതിയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന എല്ലാവരും നിങ്ങളുടെ സഹോദരങ്ങളും ഉറ്റവരുമാണെന്ന് വിശ്വസിക്കുക. അവരുടെ വസ്ത്രധാരണത്തിനോ ഭാഷയ്ക്കോ തൊലിയുടെ നിറത്തിനോ ആരാധനാരീതിക്കോ പ്രാധാന്യം നൽകേണ്ടതില്ല. പഞ്ചസാര പാവകൾക്ക് മൂല്യം നൽകുന്നത് അവ നിർമ്മിക്കാൻ ഉപയോഗിച്ച പഞ്ചസാരയാണ്. ആന, പുലി, സിംഹം, പട്ടി, പൂച്ച, എലി തുടങ്ങിയ അവയുടെ രൂപങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല. അത് വ്യക്തിപരമായ ഇഷ്ടങ്ങളെയും ഭാവനകളെയും ആശ്രയിച്ചിരിക്കുന്നു. എല്ലാം മധുരം നിറഞ്ഞതാണ്. അതിന് മാത്രമാണ് പ്രാധാന്യം. ആ മാധുര്യമാണ് മാനവനെ മാധവനിലേക്കും പ്രവൃത്തിയെ നിവൃത്തിയിലേക്കും ആനന്ദത്തെ സച്ചിത്താനന്ദത്തിലേക്കും നയിക്കുന്നത്. അവയ്ക്ക് വേണ്ടിയുള്ള വിശപ്പ് വർദ്ധിക്കുമ്പോൾ താഴ്ന്ന കാര്യങ്ങൾക്കായുള്ള ആഗ്രഹവും വിശപ്പും ശമിക്കുന്നു. ഈശ്വരനോടുള്ള പ്രേമത്താൽ പൂരിതമായ ഭക്തന്റെ ഹൃദയം മൃദുവും മധുരവുമായിത്തീരും. 1966 ഫെബ്രുവരി 20 ഭഗവാൻ നടത്തിയ ദിവ്യപ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം സായിക്ക് വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സായിരാം.